കോങ്ങാടാണ് കഴിഞ്ഞ കുറി നമുക്ക് തന്നത്. അപ്പോൾ അതിന് പകരമായി വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ കോങ്ങാടിനെ അപേക്ഷിച്ച് ലീഗിന് കുറച്ചുകൂടി ശക്തമായ വേരുകളും സംവിധാനങ്ങളൊക്കെ പട്ടാമ്പി ഉണ്ട്, അതുകൊണ്ട് കൂടിയാണ് ആവശ്യപ്പെടുന്നത്. പട്ടാമ്പിയിലെന്ന് വെച്ചാൽ പട്ടാമ്പിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ കക്ഷി ലീഗാണ്. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. കഴിഞ്ഞ ഈ ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ യൂത്ത് ലീഗിൻ്റെ നേതാക്കളും പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ നേതാക്കളൊക്കെ പട്ടാമ്പി സീറ്റ് വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നല്ലോ. യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ എന്നല്ല, പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി അവരെ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു, ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ ജില്ലയിലെ നേതാക്കളൊക്കെ പട്ടാമ്പി സീറ്റ് കിട്ടുന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ സംസ്ഥാന ലെവലിൽ ശക്തിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ അത് ലഭ്യമായില്ല. ഇപ്രാവശ്യം ഏതായിരുന്നാലും കോങ്ങാടാണ് കഴിഞ്ഞ കുറി നമുക്ക് തന്നത്. അപ്പോൾ അതിന് പകരമായി വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ കോങ്ങാടിനെ അപേക്ഷിച്ച് ലീഗിന് കുറച്ചുകൂടി ശക്തമായ വേരുകളും സംവിധാനങ്ങളൊക്കെ പട്ടാമ്പി ഉണ്ട്, അതുകൊണ്ട് കൂടിയാണ് ആവശ്യപ്പെടുന്നത്. പട്ടാമ്പിയിലെന്ന് വെച്ചാൽ പട്ടാമ്പിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ കക്ഷി ലീഗാണ്. കാരണം 68 ജനപ്രതിനിധികൾ ലീഗിനുണ്ട്. 40 അതിൻ്റെ താഴെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ആണ് നമ്മളൊരു വിജയസാധ്യത എന്നുള്ള രൂപത്തിൽ. പക്ഷെ അത് ഏത് സീറ്റാണ് വാങ്ങേണ്ടത് എന്നുള്ള തീരുമാനിക്കേണ്ടതൊന്നും ജില്ലാ കമ്മിറ്റിയല്ല. നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ പെടുത്തിയിട്ടുണ്ട്. പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയിലാണ്. ഈ കോങ്ങാട് സീറ്റ് വേണ്ട എന്നുള്ള കോൺഗ്രസിനെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മളതിൽ കാണുന്നത്. പിന്നെ ആര് മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ളത് UDFൻ്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തന്നെയല്ല ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഓളാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ ലീഗ് നിൽക്കുന്നതിനേക്കാൾ കോൺഗ്രസ് നിന്നാൽ ചില സ്ഥലത്ത് ഗുണം ചെയ്യും. ചില സ്ഥലത്ത് അവർ നിൽക്കുന്നതിനേക്കാൾ നമ്മൾ നിന്നാൽ ചിലപ്പോൾ ഗുണം ചെയ്യും. കോങ്ങാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു UDFൻ്റെ ജില്ലാ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ വിലയിരുത്തുന്നത് ലീഗ് നിൽക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കൈപ്പത്തിയിലാണെങ്കിൽ കോൺഗ്രസ് വിജയിച്ച് വരാൻ തന്നെ സാധ്യതയുണ്ട്. വളരെ ഇതില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല മുന്നേറ്റമാണ് അവിടെ കോങ്ങാടിലുള്ളത്. ഭൂരിഭാഗം പഞ്ചായത്തുകളും നമ്മളെ UDFൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഈ മണ്ണാർക്കാടാണ് ഇപ്പോൾ ലീഗിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായി ഉള്ളത്. അവിടെ ഷംസുദ്ദീൻ 3 തവണയായി. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമോ? എങ്ങനെയാണ് അതൊക്കെ പിന്നെ തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിലൊന്നും ജില്ലാ കമ്മിറ്റിക്ക് ഇടപെടാൻ അധികാരമല്ല. അതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ എല്ലാവരെയും 3 തവണ ആയതുകൊണ്ട് മാറ്റിക്കൊള്ളുന്നൊന്നുമില്ല. കാരണം പ്രഗത്ഭരും പ്രശസ്തരും അനിവാര്യമായ ആളുകളെയൊക്കെ ചിലപ്പോൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഈ പട്ടാമ്പി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി ജില്ലയിൽ നിന്നുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ആവോ അതോ പുറമെ? അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുന്നതിനനുസരിച്ച് പോകും. എന്തായാലും പട്ടാമ്പി സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് വിജയിച്ച് വരാൻ കഴിയും. കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട പട്ടാമ്പി സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ലീഗിൻ്റെ പ്രതീക്ഷ. കോങ്ങാട് സീറ്റ് കോൺഗ്രസിന് നൽകാനും മുസ്ലിം ലീഗ് തയ്യാറാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.